അൻവറുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ബിനാമി സ്വത്തുക്കൾ സംബന്ധിച്ച രേഖകൾ കണ്ടെത്തിയെന്ന് ഇഡി. ഡ്രൈവറുടെയും ബന്ധുവിന്റെയും കമ്പനിയുടെ യഥാർത്ഥ ഉടമ താനാണെന്ന് അൻവർ സമ്മതിച്ചെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കാര്യങ്ങൾ ഇഡിയെ ബോധ്യപ്പെടുത്തിയെന്നായിരുന്നു PV അൻവറിന്റെ പ്രതികരണം. ഇന്നലെ നടത്തിയ റെയ്ഡിൽ ബിനാമി സംബന്ധിച്ച രേഖകൾ കണ്ടെത്തിയെന്നാണ് ഇഡി വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഡ്രൈവറുടെയും ബന്ധുവിന്റെയും പേരിലുള്ള കമ്പനിയുടെ യഥാർത്ഥ ഉടമസ്ഥൻ താനാണെന്ന് അൻവർ സമ്മതിച്ചെന്നും ബിനാമികളുടേതെന്ന് സംശയിക്കുന്ന 15 ബാങ്ക് അക്കൌണ്ടുകൾ കണ്ടെത്തിയെന്നും ഇഡി വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. KFCയിൽ നിന്ന് 12.5 കോടി രൂപയുടെ ലോൺ നിയമവിരുദ്ധമായാണ് തരപ്പെടുത്തിയത്. നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ KFCക്കും വീഴ്ച സംഭവിച്ചെന്നും ഇഡി അറിയിച്ചു. തുടർ അന്വേഷണത്തിന്റെ ഭാഗമായി വിളിപ്പിക്കുമെന്നും രേഖകളുമായി ഹാജരാകണമെന്നും അന്വേഷണ സംഘം PV അൻവറിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എടുത്ത ലോണിനേക്കാളും കൺസ്ട്രക്ഷൻ അവിടെ നടക്കുകയും ഏകദേശം 6 കോടി റുപ്യ അടയ്ക്കുകയും ചെയ്ത സ്ഥിതിക്ക് നമ്മളൊരു കള്ളത്തരത്തിൽ ലോൺ എടുത്തു എന്ന രീതിയിലുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ED ഇത്തരത്തിലുള്ളൊരു അന്വേഷണം നടത്തിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായും അവരെ ബോധ്യപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. ഒരേ വസ്തു വെച്ച് 2 ലോൺ എടുത്തു എന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഒരേ സ്ഥാപനത്തിൽ നിന്നാണ് 2 ലോണും എടുത്തതെന്നുമായിരുന്നു PV അൻവർ നൽകിയ വിശദീകരണം. ഇത് ഒരേ സ്ഥാപനം, KFCയിലെ ഒരേ സ്ഥാപനത്തിൽ നിന്നല്ലേ 2 ലോണാണ്. അപ്പം സ്വാഭാവികമായിട്ട് അതേ സ്ഥാപനത്തിൽ നിന്നാണ്. അപ്പം അങ്ങനെ ഒരു മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു ഇടപാട് ഇതിൽ നടക്കുന്നില്ല. PV അൻവറിന് കൂടുതൽ കുരുക്കുമുറുകുന്നതാണ് ഇഡിയുടെ വാർത്താക്കുറിപ്പ്. കൂടുതൽ രേഖകൾ കൂടി പരിശോധിച്ചതിനു ശേഷമാകും കേസിൽ ED നടപടികൾ എടുക്കുക എന്നാണ് സൂചന. മീഡിയ 1 മലപ്പുറം.